ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഡെഡ് ആസിഡ് ബാറ്ററിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആക്റ്റീവ് ബാലൻസറാണ്. അപ്പോൾ ഇതുപോലൊരു പാക്കിങ്ങിലാണ് ഇത് വരുന്നത്. സാധാരണ നമ്മൾ കൂടുതലും ലിഥിയം ബാറ്ററിക്കാണ് ആക്റ്റീവ് ബാലൻസർ കണ്ടിട്ടുള്ളത്. ഇതിപ്പോൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അതായത് ബാറ്ററി ഈക്വലൈസർ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് PowerMR എന്ന് പറഞ്ഞൊരു കമ്പനിയുടേതാണ്. ഇത് ആമസോൺ വഴിയാണ് വാങ്ങിയത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് ഈ ഒരു ബാലൻസർ വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഒരു മാനുവൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ മാനുവലിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ ഒരു മോഡൽ കാണിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ബട്ടൺസും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന സാധനങ്ങൾ ഇതിൻ്റെ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ആപ്ലിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 1, 2, 3 പീസസുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒരു പീസ് വെച്ചിട്ട് 24 വോൾട്ട് സിസ്റ്റം, 2 പീസ് വെച്ചിട്ട് 36 വോൾട്ട് സിസ്റ്റം, 3 പീസ് വെച്ച് 48 വോൾട്ട് സിസ്റ്റം. അതായത് ഇതിൽ 12 വോൾട്ടിന് 2 ബാറ്ററി കണക്ട് ചെയ്യാമെന്നും, പിന്നെ ഇതിൻ്റെ ഒപ്റ്റിമൈസിങ് കറണ്ട് 0 to 5 ആംപിയറും, ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ കറണ്ട് <3 മില്ലി ആംപിയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡയമെൻഷനും, പിന്നെ ഇതിൽ റിവേഴ്സ് പോളാരിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ടെന്നും പറയുന്നുണ്ട്. ലോ വോൾട്ടേജ് ഡിസ്കണക്റ്റ് 10 വോൾട്ടിലാണെന്നും പറയുന്നുണ്ട്. ഇതിൻ്റെ ഇൻ്റർഫേസിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഈ ഇൻഡിക്കേഷൻസ് നമുക്ക് റീഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിലുള്ള ഇൻഡിക്കേഷനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. എ ബി 2 AB കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യം കാണിക്കുന്ന ഹൈയും രണ്ടാമത് കാണിക്കുന്ന ലോയുമാണ്. പിന്നെ നടുക്കായിട്ടൊരു ചെറിയൊരു ബട്ടണോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 100%, 75, 50, 25 അതിൻ്റെ LEDസും, പിന്നെ താഴെ ബാക്കിയുള്ള വയേഴ്സിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ റെഡ് +24ഉം ബ്ലാക്ക് -24ഉം വെള്ള വയർ സെൻറ്റർ പോർഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് കണക്ഷൻസ് ഒന്ന് കണക്ട് ചെയ്ത് ചെറിയൊരു ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു ബാറ്ററിയിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഇതിലല്ല വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല കട്ടിയുള്ള വയർ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ലെഗ് ആൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് പേയ്മെൻറ്റിൽ. ഞാൻ ബാറ്ററി കൂടെ എടുത്ത് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇതിനിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന ബാറ്ററി 12 വോൾട്ട് 7Ah ബാറ്ററിയാണ്. ഇത് SMF ബാറ്ററിയാണ്. ഇത് UPSൽ ഉപയോഗിക്കുന്ന ബാറ്ററിയാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു 24 വോൾട്ടിൻ്റെ UPS ഉണ്ട്. അപ്പോൾ 24 വോൾട്ടിൻ്റെ UPSൽ ഇത് 2 ബാറ്ററികൾ സീരീസിൽ കണക്ട് ചെയ്താണ് ആ ഒരു UPS വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മിസ്മാച്ച് വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യവും നമുക്കിപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യാം. എന്താണ് ഇതിൻ്റെ സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ഈ ബാറ്ററി 13.18 വോൾട്ട് ഉണ്ട്. അടുത്ത ബാറ്ററി 12.86. നമ്മുടെ സ്ക്രീനിൽ കാണാം 12.86 അടുത്ത ബാറ്ററിയുടെ വോൾട്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ലിങ്ക് ചെയ്ത ശേഷം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആദ്യം ഇതിൻ്റെ നെഗറ്റീവ് തിരിച്ചു വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാഴ്ച എളുപ്പമായിരിക്കും. സെൻറ്റർ എടുക്കുമ്പോൾ 2 ബാറ്ററി ലിങ്കിങ് ആണ്. ലിങ്കിങ്ങിനായിട്ട് ഞാൻ ഒരു ചെറിയ പ്രൊപ്പറേറ്റ് ഇട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് 24 വോൾട്ടാണ് എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഇത് കണക്ട് ചെയ്യാം. ടോട്ടൽ 26 വോൾട്ടാണ് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. 26 വോൾട്ട്. സെൻട്രൽ പോർഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ നെഗറ്റീവ് ജസ്റ്റ് ഒരു കുഴപ്പമില്ല ക്ലിപ്പ് വെച്ചിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം കണക്ട് ചെയ്ത് വയ്ക്കും. അതായത് ഇപ്പോൾ ഇതിൽ B ആണ് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്നത്. എല്ലാ ലൈറ്റും കത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബാറ്ററി 100% ചാർജിലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാറ്ററിയുടെ സ്റ്റാറ്റസ് നോക്കാം. ഇത് വർക്കിംഗ് ആയതുകൊണ്ടാണ് ഇപ്പോൾ B ബ്ലിങ്ക് ചെയ്യുന്നത്. ഈ B എന്ന് പറയുന്ന ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ B ബാറ്ററിയാണ് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ വോൾട്ടേജ് കുറവ് കാണിച്ചത്. ഇത് 13.18 ഉണ്ടായിരുന്നു ഈ ബാറ്ററി. ഓക്കെ, ഈ ബാറ്ററിയുടെ വോൾട്ട് ഇനിയിപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിപ്പോൾ 12.98 ആയിട്ടുണ്ട്. ഫസ്റ്റ് 13.18 കാണിച്ച ബാറ്ററി. രണ്ടാമത്തെ ബാറ്ററി കുറവായിരുന്നു. ആ ബാറ്ററി എത്രയുണ്ടെന്ന് നോക്കാം. ആ ബാറ്ററി ഇപ്പോൾ 12.91 എത്തിയിട്ടുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ ഈ 2 ബാറ്ററിയും ബാലൻസ് ആവുന്നുണ്ട്.
കുറച്ച് മുമ്പത്തെ വാല്യൂസ് നിങ്ങൾക്ക് തന്നെ ഒന്ന് ബാക്ക്വേർഡ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും മുമ്പുള്ള വാല്യൂ എന്താണെന്ന്. അതായത് ഈ ബി സ്റ്റിക്കർ ഉണ്ടായിരുന്ന ഈ ബാറ്ററിയിലാണ്, ഇതാണ് രണ്ടാമത്തെ ബാറ്ററി. രണ്ടാമത്തെ ബാറ്ററിയിൽ വോൾട്ടേജ് കുറവായിരുന്നു, 12.8 താഴെ ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ അത് വീണ്ടും തിരിച്ച് 12.9 എത്തിയിട്ടുണ്ട്, 9.1 എത്തിയിട്ടുണ്ട്. ആദ്യത്തെ ബാറ്ററി 13.18 ആയിരുന്നു, ആ ബാറ്ററി ഇപ്പോൾ 12.98 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോഴും വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് ബാലൻസിങ് കംപ്ലീറ്റ് ആയി കഴിയുന്ന സമയത്ത് മിക്കവാറും ഈ ലൈറ്റ് ഓഫ് ആവാനാണ് ചാൻസ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, ഇത് ഫുള്ളി ബാലൻസ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഫുള്ളി ബാലൻസ് ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ലെഡ് ആസിഡ് ബാറ്ററിയിലും നമുക്ക് ഒന്നിൽ കൂടുതൽ ബാറ്ററീസ് ഉണ്ടെങ്കിൽ ഇതുപോലൊരു ബാറ്ററി ഇക്വലൈസർ വയ്ക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ലൈഫ് നമുക്ക് അതിൽ നിന്ന് കിട്ടും ഈ ലെഡ് ആസിഡ് ബാറ്ററിയിൽ നിന്ന്. ഇപ്പോൾ 48 വോൾട്ടിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോഴും ബാറ്ററീസിൻ്റെ എണ്ണം കൂടുന്തോറും ഇതേപോലെ ഡിഫറൻസ് വരാനുള്ള സാധ്യത കൂടുകയാണ്. ഇപ്പോൾ ഇതിൽ എന്താണ്, ഞാനിപ്പോൾ 0 സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ക്ലാമ്പ് ചെയ്ത് നോക്കാം. ആംബിയറിലിട്ടിട്ട് എത്ര ആംബിയറാണ് ഇത് കാണിക്കുന്നത് എന്നുള്ളത് നോക്കാം. എനിക്കൊന്ന് പൾസ് ചെയ്താണ് ഇത് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഇതിന് ഏകദേശം ഒരു 0.2 ഏകദേശം ഒരു 200 മില്ലി ആംപിയർ അടുപ്പിച്ചാണ് ഇത് എടുക്കുന്നത്. 200 മില്ലി ആംപിയർ വെച്ചിട്ടാണ് ഇപ്പോൾ ബാലൻസിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു വോൾട്ടേജ് ഡിഫറൻസ് വലുതായിട്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു ചെറിയൊരു ആംപിയറിൽ അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ 5 ആംപിയർ വരെ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഇതിപ്പം എന്തായാലും വലിയ ഡിഫറൻസ് ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിന് ഏകദേശം ഒരു ചെറിയൊരു ആംപിയർ മതിയാവും. ഇതിലിപ്പോൾ ബി ബ്ലിങ്ക് ചെയ്യുന്നത് ബി ബാറ്ററി, അതായത് രണ്ടാമത്തെ ബാറ്ററിയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഈ താഴെ കാണിച്ചിരുന്ന എയും ബിയും ഇതിലേതെങ്കിലും ഒരു ബാറ്ററി അണ്ടർ വോൾട്ടേജ് എത്തുകയാണെങ്കിൽ, അതായത് ലോ വോൾട്ടേജ് ഡിസ്കണക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു 10 വോൾട്ട് റേഞ്ച് എത്തുകയാണെങ്കിൽ അത് ഏത് ബാറ്ററി എന്ന് കാണിക്കാനായിരിക്കും ഈ സിമ്പിൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് സ്റ്റാറ്റസ്. പിന്നെ ഇത് 48 വോൾട്ടിന് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 3 എണ്ണം വേണ്ടി വരും. ഇതിൽ ഇൻ്റർലിങ്കിങ് മാറ്റി കഴിയുമ്പോഴുള്ള സ്റ്റാറ്റസ് ഇതായിരിക്കും. അതായത് ഇതിലിപ്പം എ മാത്രം കാണിക്കുന്നുണ്ട്, എ തന്നെയാണ് ലോ എന്ന് കാണിക്കുന്നുണ്ട്. ഈ ഇൻ്റർലിങ്കിങ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് നേരെ വർക്ക് ചെയ്യുള്ളൂ. ഈ ഇൻ്റർലിങ്കിങ് വയർ കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നേരെ വർക്ക് ചെയ്യില്ല. ഇൻ്റർലിങ്കിങ് വയർ കണക്ട് ചെയ്ത സമയത്ത് ഇപ്പോൾ ബി എ ചാർജ് ചെയ്യുന്നുണ്ട്. ഇതിൽ ബി ആണ് വോൾട്ടേജ് കുറവ്. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു സൈഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് ഇവിടെ സൈഡിലുള്ള 2 ലോക്ക് വെച്ചിട്ടാണ് ഇത് പിടിച്ചിരിക്കുന്നത്. ഈ 2 ലോക്ക്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു കപ്പാസിറ്ററും പിന്നെ വേറെ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലല്ല. ആരും ഈ സർക്യൂട്ട് കണ്ട് പഠിക്കാം എന്നുള്ളൊരു വിചാരം വേണ്ട. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടുകൂടി ആരും ഇത് വാങ്ങിക്കണ്ട. നമുക്ക് തിരിച്ചിത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തണം.